ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയുന്നു. ശോഭയെ ഉൾപ്പെടെ ലീഗൽ ആക്ഷൻ. അതാ പറഞ്ഞേ, ശോഭ ഉൾപ്പെടെ. ദുഷ്ടലോക്കൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കാൻ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടുവെന്ന് ജാവദേക്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു. അത് ഒരു കൊല്ലം മുമ്പുള്ളതാണ്. ആ സമയത്തായിരുന്നു വന്നത്. ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു. ഏകീകൃതം പറയണമെന്ന് വന്നു ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്ന്. കഥയാണ് തിരക്കഥ. ആര് അതേന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത കുറെ ആൾ ഒന്നും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയാണ്. ആരൊക്കെയാ തിരക്കഥാന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാറിന്റെ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ്. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല. വലിയ പ്രചരണമുണ്ട്. അതിപ്പോ ശരിയല്ലേ? ഇന്നും പോയല്ലോ. അതിനടുത്ത് തന്നെ ഇതെന്താ കാര്യമെന്ന് ജയരാജൻ BJPയിലേക്ക് പോയിട്ടില്ലല്ലോ. പോകാൻ പോയിട്ടില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറെ ആൾ സംശയിക്കുകയാണ് നടക്കുക. എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ? പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയണ്ട. അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല. അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെമായി ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചാവടിക്കാൻ പോകുന്ന വഴിക്കോ കയറിയതിന് വേറെ നിങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ല, അത് രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട. എന്റെ വീട്ടിൽ വന്നാൽ സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അന്നേരം ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം വെറുതെ ചോദിക്കുക, എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരം പറയില്ല. ആവശ്യമില്ലാതെ വല്ല കാര്യമായിട്ട് വല്ല കാര്യം. അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയാം. എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വലിയ പണ്ടൊക്കെ തലക്കെടുത്താണ്. ഇതുമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ആരെ അത് വിഷ്ണുനോട് തന്നെ ചോദിച്ചാൽ വിഷ്ണു ബോധ്യാവും. കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിഷ്ണു മനസ്സിലാവും, ബോധ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അതല്ലേ, അത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ജൂനിയറോ സീനിയറോ നോക്കിയിട്ടൊന്നുമല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു. അതുകൊണ്ട് അതെല്ലാം പണ്ടേ കഴിഞ്ഞുപോയ കുറെ കാലായികൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. എന്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഞാൻ നയിക്കുന്ന ജാതിയല്ലേ. അപ്പൊ ഞാനും ജാതിയിൽ പങ്കെടുക്കേണ്ടത്. ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അന്നേ പറഞ്ഞാൽ മറുപടി. ജയരാജൻ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഈ പ്രചരണം നടന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന് എന്താ പറയാ? ഷാഫി എന്താ പറയാ? ഷാഫി വർഗീയ പാർട്ടിയാ? അല്ല, മറ്റേ അവൻ ചോദിക്കുന്നത് ശൈലജയെ പറ്റി തന്നെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ
രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കുടിച്ചു ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനാ. അപ്പോ കോൺഗ്രസിനെ നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയോ? എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ.